ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി 2 സർപ്രൈസ്. അതിലൊന്നാമത്തെ സർപ്രൈസാണ് ഈ ബൈക്ക്. നിങ്ങൾ നോക്കിക്കേ ഈ ബൈക്ക് ഓ ഇങ്ങനെ ഇരുന്ന് പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അടിപൊളി ബൈക്കാണ്. എന്തായാലും എൻ്റെ ഡ്രസ്സും ഒക്കെ ആയിട്ട് നല്ല മാച്ചിങ് ആണ് ഈ ബൈക്ക്. പിന്നെ അടുത്ത സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾ ഈ ബൈക്കൊന്ന് കണ്ടേ, നോക്ക് എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയാണോ ബൈക്ക്? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ലായിരുന്നു. എനിക്ക് പേടിയുള്ളൊരു വാഹനമാണിത്. പക്ഷേ ഹസ്ബൻഡിൻ്റെ ആഗ്രഹമല്ലേ, അതുകൊണ്ട് ആഗ്രഹത്തിന് ബൈക്ക് വാങ്ങിച്ചു. ഇനി അടുത്ത സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾ എന്നോടൊപ്പം വരും, ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്ത രണ്ടാമത്തെ സർപ്രൈസാണ്. നോക്ക്, 2 ചേന. ഈ ചേന വളരെ കഷ്ടപ്പെട്ട് ഹൂസ്റ്റണിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം നമുക്ക് ഈ ചേനയുടെ വിശേഷങ്ങളും ഈ ചേന എങ്ങനെയാണ് കട്ട് ചെയ്ത് കുഴിച്ചു വെക്കുന്നത് എന്നൊക്കെ നമുക്ക് കേൾക്കാം. ആക്ച്വലി തണുപ്പങ്ങ് മാറി വന്നതേ ഉള്ളു. പക്ഷേ നമുക്ക് സാധാരണ കൃഷി ചെയ്യുന്നത് ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ്. പക്ഷേ നമ്മൾക്ക് ഈസ്റ്റർ വരെ വെയിറ്റ് ചെയ്യാൻ, കാരണം ഈസ്റ്റർ ഇപ്രാവശ്യം ലേറ്റ് അല്ലേ, അപ്പോൾ ഈസ്റ്റർ വരെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രയാസമായതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴേ തന്നെ ഇതിൻ്റെ കൃഷിയൊക്കെ തുടങ്ങുവാണ്. അപ്പം ഞങ്ങൾ കാണിക്കാം ഈ ചേന എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യേണ്ടെന്നുള്ള രീതി, ഞങ്ങൾ ചെയ്യുന്ന രീതി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണെങ്കിൽ പറഞ്ഞു തരിക. പിന്നെ വേണ്ടേ, നമുക്ക് മിസ്റ്റർ റെജി മത്തായിയോട് ചോദിക്കാം, ഈ ചേന എങ്ങനെയാണ്, ഇത് എവിടെ നിന്ന് ഈ ചേന വാങ്ങിച്ചോണ്ട് വന്നേ? ഇത് ഹൂസ്റ്റണിൽ പോയപ്പോൾ മേടിച്ചതാണ്. എവിടുന്നാ മേടിച്ചത്? ഹൂസ്റ്റണിൽ എപ്പോഴാണ് പോയത്? അത് ഫെബ്രുവരി പോയതാണ്. ഫെബ്രുവരി പോയി വാങ്ങിച്ചതാ. നല്ല ചേനയില്ല, വിത്ത് ചേന ഇനി വരത്തേ ഉള്ളൂ. ഇത് എവിടുന്നാ ഈ ചേന വാങ്ങിച്ചോണ്ട് വന്നേ? ഈ ചേന ഹൂസ്റ്റണിൽ പോയാണ്. ഞങ്ങൾ ഫെബ്രുവരിയിൽ ഹൂസ്റ്റണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം മേടിച്ചിട്ട് വന്നതാണ്. അപ്പം അന്നേരം പറഞ്ഞത് വിത്തിനുള്ളതല്ല, വിത്തിനുള്ള പുറകാലെ വരും എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് എപ്പോഴും അവിടെ പോകാൻ പറ്റത്തോണ്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആഗ്രഹത്തിന്റെ നിറപ്പിൽ മേടിച്ചിട്ട് വന്നതാണ്. ഇതിനെ കട്ട് ചെയ്ത് ചാണകത്തിന്റെ വെള്ളം തളിച്ചോടെ വെക്കും. 2 ദിവസം വെയിലത്ത് വെക്കും. അത് കഴിഞ്ഞ് നമ്മളിത് നടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചല്ല, ഈ വിരലാണ്, ഇത്രയാണ് വെച്ചാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നത്. അല്ല, അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വിത്തിനുള്ളതല്ല, വിത്തിനുള്ളതാകുമ്പോൾ ഇതിന് കൂടുതൽ മുളയുണ്ടല്ലേ? വിത്താകുമ്പോൾ ഇച്ചിരി മുള, ഇപ്പോൾ ഇതിനുള്ള മുളയൊക്കെ വരുന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇപ്പൊ കട്ട് ചെയ്ത് വെച്ചാല് ചെയ്താലും മുള വന്നോളൂ. മുള വരുമോ? മുള വരും. ഇപ്പൊ ഈ ലെവലിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത്രയും അങ്ങനെ ആ ലെവലിൽ നമ്മൾ ഇത്ര അളവാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, എന്നാ നമുക്ക് ചേന കട്ട് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് കാണാം. അത് നമ്മളിങ്ങനെ ഭയങ്കര ഹാർഡാണ്. ഉണങ്ങിപ്പോയെന്ന് തോന്നിയിരുന്നു. ഒരു പീസ് കിട്ടി. നമ്മളിനി ചെത്തി വെടിപ്പാക്കും ഒന്നുകൂടെ. ഓക്കെ, ഇതിന് വേണ്ടി പ്രത്യേക കത്തിയും വേണം, ചേനയും വേണം. രണ്ടാമത്തത് കിട്ടി. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ മുള ഇങ്ങനെ അടന്നെങ്കിലും ഇത് വരുമോ? അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നുകൂടെ ചെത്തി വെടുപ്പാക്കും, ഷേപ്പാക്കും. നമ്മൾ ആ ഭാഗം വേണമെങ്കിൽ നമുക്ക് മെഴുക്കുവരട്ടിക്കോ പുഴുങ്ങി തിന്നോ, ഓരോ പീസായിട്ട് വെക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ഇത്രയും വലിപ്പം വേണം ഇതിൽ ചെറുതാക്കാൻ. എത്രയും വെച്ചാൽ നമ്മൾ വെക്കുന്നതനുസരിച്ച് കിട്ടത്തില്ല. അപ്പോൾ ഇനി നമ്മൾ നമുക്കൊരു 5 മൂട് കിട്ടി ഒരെണ്ണത്തിൽ. ഈ 5 മൂടിന് നമ്മളിനി ഇത് ചെയ്യാൻ പോവാണ്, ചാണകത്തിൽ വെള്ളം മുക്കി വെക്കാൻ പോവാണ്. ചാണകത്തിൽ മുക്കി വെക്കണം.
ചാണകത്തിൽ മുക്കെന്ന് വെച്ചാൽ ഇതിൻ്റെ ചില കൃമിയെല്ലാം നശിച്ചു പോവുകയും ഉണങ്ങാൻ വേണ്ടിയാണ്. ഇതെന്തൊക്കെയാ ഇതിനകത്ത്? കൗമാരരുടെ മണ്ണ് മേടിച്ചായിരുന്നു. മണ്ണ് മേടിച്ച് ഇങ്ങനെ കലക്കി വെച്ചിരിക്കുക. ചാണകം കടയിൽ നിന്ന് മേടിച്ചിട്ട് അത് വെച്ചിരിക്കുകയാണ്. നാട്ടിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? നാട്ടിൽ ചാരമാണ്. ചാരത്തിലാണ്. നമുക്കിവിടെ ചാരം കിട്ടാൻ വകുപ്പില്ലാത്തതുകൊണ്ടാണ് കൊറേ ഈ ചപ്പെല്ലാം കൂടെ കത്തിച്ച് ചാരം എടുക്കാമായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് ആ ചേന ഒന്നും കൂടെ കട്ട് ചെയ്യണമായിരുന്നു. ഒത്തിരി വലുതായിട്ട് തോന്നുന്നു. ഇതാണ് ഒരു 5 മൂട് കിട്ടി. 5 മൂട് നല്ലോണം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും അതിപ്പോൾ കട്ട് ചെയ്യണം വേണ്ടല്ലോ. അല്ല, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി അടുത്ത നമുക്ക് കുറച്ച് നോക്കാം, ഇച്ചിരി വെക്കാം. മുളവെല്ലാം വരുമോ നോക്കാം. മുള വരും. ആ ചേന പിടിക്കണ്ട. കപ്പ അത് ഹൂസ്നിന്ന് കൊണ്ടുവന്നാണോ? ഇത് ഞാൻ കണ്ടില്ല. ഹൂസ്നിന്ന് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ്. കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന കപ്പയാണ്. ഇത് കടയിൽ കപ്പത്തണ്ട് വിൽക്കുന്നുണ്ട്. കപ്പത്തണ്ട് വന്ന് മേടിച്ചോണ്ട് വന്നതാണ്. അത് കട്ട് ചെയ്ത് പാകി വെച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ കപ്പയും. പക്ഷെ നാട്ടിൽ എങ്ങനെ കപ്പ പാകാറുണ്ടോ? കപ്പ പാകിട്ട് വെക്കുന്നത് ആണോ? അപ്പോൾ നാട്ടിലെ ഇപ്രാവശ്യത്തെ സ്പെഷ്യലാണ് കപ്പയും ചേനയാണ്. ഓൾറെഡി നാമ്പ് കിളുത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം കപ്പയും ചേനയും നടാന് കൃഷി ചെയ്ത് തണുപ്പടിക്കാതിരിക്കാനും ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയാണ് കവർ ഇട്ട് മൂടി വെച്ചിരിക്കുകയാണ്. പാകിയിട്ട് അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ? ചട്ടിക്കകത്ത് മണ്ണ് എന്തൊക്കെയാ? മണ്ണ് സാധാ മണ്ണൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാ മണ്ണ് അതിനകത്ത് ഇങ്ങനെ കുഴിച്ചു വെച്ചിരിക്കുക. കുഴിച്ചു വെച്ചിട്ട് ഇനി അത് പാകി എപ്പോഴാ അത് മണ്ണിലോട്ട് വെക്കാൻ പോണേ? അത് ഇനി അടുത്ത് ഒന്നുകൂടെ ചൂടായി കഴിയുമ്പോഴത്തേക്കാണ്. പിന്നെ ഇതൊക്കെ എല്ലാം ചെടികള് എല്ലാം സ്ട്രോബെറിയും മുളകും കോവലും എല്ലാം ഇങ്ങനെ പാകി വെച്ചിരിക്കുക.